ആക്രമണം ശക്തിപ്പെടുത്തുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയിൽ. UAE ആഭ്യന്തര സുരക്ഷാ സമിതി യോഗം ചേർന്ന് നിലവിലെ സാഹചര്യം വിലയിരുത്തി. ഇറാന്റെ ഭീഷണിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് സ്ഥിരമായ മോചനം വേണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് പറഞ്ഞു. അതേസമയം ഇറാൻ എംബസിയിലെ സൈനിക അറ്റാഷെ അടക്കമുള്ള 5 ഉന്നത ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാൻ സൗദി ആവശ്യപ്പെട്ടു. സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹോർമൂസ് കടലിടുക്കിൽ ആക്രമണമുണ്ടായാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി അയൽ രാജ്യങ്ങളിലും ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ നൽകുമെന്നുള്ളതാണ് ഇറാന്റെ ഭീഷണി. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത്. UAEയുടെ ആഭ്യന്തര സുരക്ഷാ സമിതിയൊക്കെ അടിയന്തര യോഗം ചേരുകയും നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തു. ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാനും രാജ്യം സജ്ജമാണ് എന്ന് UAE വ്യക്തമാക്കുന്നുമുണ്ട്. UAEക്ക് നേരെ ഇന്നുണ്ടായത് ഏതാണ്ട് 4 മിസൈൽ ആക്രമണ ശ്രമങ്ങളും അതോടൊപ്പം തന്നെ 25ഓളം ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുമാണ്. അതെല്ലാം രാജ്യം പ്രതിരോധിക്കുകയും ചെയ്തു. ഖത്തറിലും സൗദി അറേബ്യയിലുമൊക്കെ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങളുണ്ടായി. സൗദി റിയാദിൽ 3 മിസൈലുകൾ വെച്ചിട്ടാണ് ആക്രമണ ശ്രമം നടത്തിയത്. അതിൽ 1 നിർവീര്യമാക്കി, 2 എണ്ണം ആളൊഴിഞ്ഞ സ്ഥലത്ത് വീണു എന്ന് സൗദി അറേബ്യ അറിയിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ജാഗ്രത ഈ മേഖലയിൽ ഇപ്പോൾ ശക്തമായിട്ട് തുടരുന്നുണ്ട്. മറ്റൊരു കാര്യം, സൗദി അറേബ്യ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ്. ഇറാന്റെ എംബസിയിലുള്ള ആർമി അറ്റാഷെ അടക്കമുള്ള സൈനിക അറ്റാഷെ അടക്കമുള്ളവരെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 5 ഉന്നത ഉദ്യോഗസ്ഥരെയാണ്, എംബസിയിലുള്ള 5 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് സൗദി അറേബ്യ പുറത്താക്കിയത്. ഇവരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മറ്റ് രാജ്യങ്ങൾ ഖത്തറും ബഹ്റൈനും ഒക്കെ വലിയ ജാഗ്രത ഇപ്പോൾ പാലിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലേക്കും ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് കുടിവെള്ള ശുദ്ധീകരണ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ ആക്രമിക്കുമെന്നുള്ളതാണ് ഇറാൻ നൽകുന്ന ഭീഷണിയും മുന്നറിയിപ്പും. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.